ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെക്കാളിലും അധികം ദൈവവചനത്തിൻ്റെ പാണ്ഡിത്യമോ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ആരെക്കാളും അധികമായി അങ്ങനത്തെ യാതൊരു കഴിവുകളും എനിക്കില്ല എന്ന് ആദ്യം തന്നെ ഞാൻ പ്രസ്താവിക്കുന്നു. എന്നാലും ദാഹമുള്ളവൻ്റെ ദാഹം തീർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഒരിക്കൽ ശിംശോൻ വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വെള്ളം കിട്ടാതെ ഈ അഗ്രചർമ്മികളാൽ മരിക്കണമോ? അവിടെ നമ്മൾ വായിക്കുന്ന കാര്യം, ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി വെള്ളം ചാടി പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരിക്കുന്നു, വെള്ളം കൊണ്ട് ദാഹിച്ച് വലയുന്നു. ഒരിക്കലും ഒരു സാധ്യതയുമില്ലാത്ത തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടാൻ ദൈവം ഇടയാക്കി. ഹാഗാർ തൻ്റെ മകൻ വെള്ളം കൊണ്ട് മരിക്കും എന്ന് നിശ്ചയമായപ്പോൾ മകനെ ഒരു കുറുങ്കാട്ടിൽ കിടത്തിയിട്ട് ഒരു അൻപിൻപാട് ദൂരത്ത് പോയി അവൾ കരഞ്ഞു. എന്നാൽ ദൈവം കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. യുഗങ്ങൾക്കപ്പുറം തുറന്നിരുന്ന ദൈവം യുഗായുഗങ്ങൾക്കപ്പുറം തുറന്നു വെച്ചിരുന്ന ഒരു നീരുറവ് കാണുവാൻ ദൈവം ഹാഗാറിൻ്റെ കണ്ണുകളെ തുറന്നു. ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ഈ നീരുറവയെ കാണുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിച്ചു തുടങ്ങാം. 2-3 വേദഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. 1 കൊരിന്തി 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ആരെങ്കിലും വായിക്കും? മതി. 1 കൊരിന്തി 9-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, അതിൽ 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അപ്പോൾ ആരായി നിങ്ങൾ? അവിടെ 2 ചോദ്യത്തിന് സാധ്യതയുണ്ട്. ആരായി നിങ്ങൾ? നിങ്ങൾ ആരാണ്? ആരാണ് ഓടേണ്ട നിങ്ങൾ എന്നവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിച്ചിരിക്കുന്നത്. 2ാമത്, എന്താണ് പ്രാപിക്കേണ്ടത്? നിങ്ങൾ ആരാണ്? നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ ഒന്ന് വായിക്കുമോ? മൂന്നാം അധ്യായമാണോ എഫേസ്യ ലേഖനം? എഫേസ്യ ലേഖനം 2-ാം അധ്യായം, അതിക്രമങ്ങളാലും ആ വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മതി. അതിക്രമങ്ങളാലും ആരായി നിങ്ങൾ നമ്മൾ ചോദിച്ചത്. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ആരായി നിങ്ങൾ? ആ നിങ്ങൾ ആരാണെന്ന എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരാണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ. നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു.
മരണം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ആത്മീയമായി ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ദൈവവുമായുള്ള ഇടപെടലിൽ ആത്മാവ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ആത്മാവിന് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു സംസർഗവും ഇനി ഇല്ലാതെ വണ്ണം, സംസർഗം സാധിക്കാതെ വണ്ണം നിർജീവമായി പോയ ഒരു ആത്മാവിൻ്റെ ഉടമയായി തീർന്ന നിങ്ങൾ മരിച്ചത് അതിക്രമങ്ങളാലും പാപങ്ങളുമാണ്. അതിക്രമം എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതാണ്. പാപം എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതാണ്. അപ്പം ഈ രണ്ട് വിധത്തിലും നിങ്ങൾ മരിച്ചുപോയി. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിൻ്റെ ചരിത്രം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മരിച്ചു. അതിൻ്റെ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ദൈവം ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരോടും വ്യക്തമായും കൃത്യതയോടും കൂടെ സമയാസമയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവാണ് സ്വർഗത്തിലുള്ളത്. ഭൂമിയിലുള്ള സകല മനുഷ്യരോടും ദൈവം ഇടപെടുന്നുണ്ട്. അങ്ങനെ ആ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മളെയും ഉയർപ്പിച്ചു. നിങ്ങൾ മരിച്ചവരായിരുന്നു, ദൈവമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാൻ കഴിയാത്തവരായിരുന്നു. നിങ്ങൾ സാധാരണ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും പോലെ തന്നെയായിരുന്നു നിങ്ങളും, ഞാനും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമില്ല. ഈ ലോകത്തിൽ മനുഷ്യൻ സങ്കടമെന്ന് തോന്നുന്ന കാര്യം നമ്മുടെ സങ്കടമായിരുന്നു. ഈ ലോകത്തിലെ മനുഷ്യന് സന്തോഷം ഉളവാക്കുന്ന കാര്യം നമ്മുടെ സന്തോഷമായിരുന്നു. ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതേ ആഗ്രഹങ്ങൾ തന്നെയായിരുന്നു നമ്മുടേത്. ദൈവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മിഥ്യയായിരുന്നു. ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇങ്ങനെ മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അങ്ങനെ ഉയർപ്പിക്കപ്പെട്ട മനുഷ്യരോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരല്ല. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നിങ്ങളെ ജീവിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു സാധ്യത ഇപ്പോഴുണ്ട്. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അപ്പോൾ എന്താ പ്രാപിക്കേണ്ടത്? നമ്മൾ എന്താണ് ഈ പ്രാപിക്കേണ്ടത്? ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഓടുന്നതേ ഉള്ളൂ. ഞാൻ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം, യേശു ക്രിസ്തുവിനാൽ ഞാൻ സ്വാധീനിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനാൽ മറ്റോ ഒന്നിനാലോ ഒരു മനുഷ്യനാലോ സ്വാധീനിക്കപ്പെടാൻ കഴിയാത്ത വണ്ണം ഞാൻ യേശു ക്രിസ്തുവിനാൽ സ്വാധീനിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ പ്രാപിപ്പാൻ ഏത് കാര്യമാണോ ആ യേശു ക്രിസ്തുവിൻ്റെ ഏത് സ്വാധീനമാണോ തന്നെ സ്വാധീനിച്ചത്, ഏത് സ്വഭാവമാണോ തന്നെ സ്വാധീനിച്ചത്, ഏത് കാര്യമാണോ തന്നെ സ്വാധീനിച്ചത്, ആ കാര്യം എനിക്കും പ്രാപിക്കാമോ എന്നുള്ള താല്പര്യത്തിൽ ഞാൻ ഓടുവാൻ. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓടുക എന്ന് പറഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ മുൻ ചരിത്രം ഈ
ഫിലിപ്പ് ലേഖനത്തിൽ താൻ പറയുന്നുണ്ട്, തൻ്റെ ജീവിത ശൈലികളും ജീവചരിത്രവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് ദൈവസഭയെ ഉപദ്രവിക്കുകയും മുടിച്ച് പോരുകയും ചെയ്തവനായിരുന്നു. താൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടി തനിക്ക് ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ ആ രാജ്യത്തെ ഭരണാധികാരികളുടെ അനുവാദപത്രം ഉണ്ടായിരുന്നു. എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ലായിരുന്നു. അത് മാത്രമല്ല, മതപരമായി തന്നെ വെല്ലാൻ ആരുമില്ലായിരുന്നു. മതത്തിൻ്റെ ഏറ്റവും സുപ്രീം കോർട്ടായിരിക്കുന്ന മഹാപുരോഹിതന്മാർ അപ്പോസ്തലൻ പൗലോസിൻ്റെ കൂട്ടാളികളായിരുന്നു, അല്ലെങ്കിൽ അവരൊരു കൈയായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത വിധത്തിൽ അജയ്യനായി ജീവിച്ചിരുന്ന അപ്പോസ്തലൻ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. ആ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം മനസ്സിലാക്കി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ 3 വ്യക്തികളെ കണ്ടിട്ടുള്ളൂ. 3 പേര് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം യേശുവിനെ കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ആദ്യമായി കണ്ടത് സ്തെഫാനോസാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് താൻ പറയുകയുണ്ടായി. പിന്നെ കണ്ടത് അപ്പോസ്തലൻ പൗലോസാണ്. പൗലോസ് പറഞ്ഞ ആ ഒരു ദർശനത്തിൽ അവനെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ കണ്ടത് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് യേശുവിനെ കണ്ടു. ഇങ്ങനെ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം കണ്ട 3 വ്യക്തികളിൽ ഒന്നാമൻ അപ്പോസ്തലൻ പൗലോസ് തന്നെയാണ്. താൻ കണ്ടു എന്ന് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള തൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം, എന്തിനു വേണ്ടിയാണ് തന്നെ വിളിച്ചത്, ഈ കാര്യങ്ങളെല്ലാം അപ്പോസ്തലൻ പൗലോസിനോട് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. നാം ആചരിക്കുന്ന ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്ന ഈ കാര്യം പോലും കർത്താവ് യേശുക്രിസ്തു തനിക്ക് കാണിച്ചു കൊടുത്ത കാര്യമാണ്. അപ്പം ഇങ്ങനെ താൻ എല്ലാ വിധത്തിലും സമൂഹത്തിൽ ഒരു അജയനായി ജീവിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് ഈ യേശുക്രിസ്തുവിൻ്റെ സ്വാധീനം തൻ്റെ മേൽ വീണത് കൊണ്ട് ഇനി താൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് യേശുക്രിസ്തു മുഖാന്തരം തനിക്ക് ലഭിക്കുകയുണ്ടായി. താൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ അതിനുശേഷം ജീവിച്ചിരുന്നത്. 2 കോരിന്തി നമുക്കൊരു വാക്യം, 1-2 വാക്യങ്ങൾ വായിക്കും. 2 കോരിന്തി 6-ാം അധ്യായം 4-ാമത്തെ വാക്യം പോലെ വായിക്കോ. ബഹുസഹിഷ്ണുത, കഷ്ടം, ഞെരുക്കം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, പത്യവചനം, ദൈവശക്തി, മാനം, അപമാനം, ദുഷ്കീർത്തി, സൽകീർത്തി. ഞങ്ങൾ ചതിയന്മാരെന്ന എല്ലാവരും പറയുന്നത്, എന്നിട്ടും സത്യവാന്മാർ.
ആരും ഞങ്ങളെ അറിയുന്നില്ല, എന്നാലും എല്ലാവരും നല്ലോണം അറിയുന്നവർ. ഇത് താൻ അനുഭവിച്ച, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിക്കേണ്ട വന്ന ഒരു ചരിത്രത്തിൻ്റെ നേരിയൊരു ഭാഗം മാത്രമാണിത്. ഇത് മാത്രമല്ല, അപ്പം യേശുക്രിസ്തുവിനാൽ താൻ പിടിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ആ സ്വഭാവം എന്താണെന്ന് താൻ മനസ്സിലാക്കി. യേശുക്രിസ്തുവിൻ്റെ സ്വാധീനം തൻ്റെ മേൽ വീണു. അതുകൊണ്ട് തനിക്കും ആ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാമോ എന്ന് വെച്ചിട്ട് താനിതെല്ലാം സഹിച്ചു. അതിൻ്റെ താല്പര്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇവിടെ വായിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഇതിനേക്കാൾ അധികം യേശുക്രിസ്തു ഈ ഭൂമിയിൽ അനുഭവിച്ചിരുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എനിക്കും അവനെപ്പോലായിത്തീരണം, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചാൽ ആ യേശുവിൻ്റെ സ്വഭാവം എനിക്കും പ്രാപിക്കാൻ കഴിയുമോ എന്ന് വെച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. താൻ ഇങ്ങനെ പറയുണ്ടായല്ലോ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിനുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിനുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ ഒരു പരമവിളിയുണ്ട്. മോസ്റ്റ് കോളിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ പരമവിളി. ആ പരമവിളി എന്ന് പറഞ്ഞാൽ എന്താണ്? റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, ആ പരമവിളി മറ്റൊന്നുമല്ല, അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അതാണ് ദൈവത്തിൻ്റെ എന്നെക്കുറിച്ച് വിളിക്കുന്ന നമ്മളെല്ലാവരെക്കുറിച്ച് ഉള്ള പരമമായ ലക്ഷ്യം, ഉദ്ദേശം, വിളി. അവൻ്റെ പുത്രനെ പോലെ ആയിത്തീരുക. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതേ സ്വഭാവമുള്ളവരായി ഈ ഭൂമിയിൽ, നമ്മുടെ ആയുസ്സിൽ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് പ്രാപിക്കാനാണ് ഞാൻ ഓടുന്നത്. അതുകൊണ്ട് താൻ പറയുന്നു, നിങ്ങളും അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. നിങ്ങളും, മറ്റൊന്നല്ല, അത് പ്രാപിപ്പാൻ തക്കവണ്ണം, ആ സ്വഭാവം പ്രാപിപ്പാൻ തക്കവണ്ണം, ആ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ തക്കവണ്ണം നിങ്ങളും ഓടുവീൻ. ഈ ഓട്ടത്തിന് ഒരു 4 പ്രമാണം വെച്ചിരിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. ഓട്ടത്തിൻ്റെ പ്രമാണം നമുക്ക് അതുകൂടെ ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കോ. എന്തോ? അവരെ പുറത്ത് കൊണ്ടുവന്നു എന്ന്. ഈ ചരിത്രം നമുക്കറിയാവുന്നതുള്ളത് ഞാൻ ധരിക്കുന്നതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. ഈ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ലോത്ത് ഇപ്പോൾ പാർക്കുന്നത് സോദോമിലാണ്. അത് ഒരു ദിവസം കൊണ്ട് അവിടെ എത്തിയതല്ല. നമ്മൾ അവിടെ വായിക്കുമ്പോൾ ലോത്ത് കൂടാരം മാറ്റി അടിച്ച് സോദോം വരെ എത്തി. പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഒരു കാലത്ത് ദൈവം നമ്മളെ രക്ഷിച്ചു, ദൈവമക്കളായി തീർന്നു. പക്ഷേ പിന്നെയും നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഇല്ല എന്ന് ആരും ധരിക്കരുത്. നിരന്തരമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവകൃപയെ ശരണപ്പെടുകയും താഴ്മയോടെ ജീവിക്കാൻ മനസ്സ് വയ്ക്കുകയും ദൈവത്തെ പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുകയും ചെയ്താൽ മാത്രം തെറ്റിപ്പോകാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നാം തെറ്റിപ്പോകും. സാധ്യത ഒത്തിരിയുണ്ട്. ഈ ലോകത്തിന് അങ്ങനത്തെ ഒരു ഒഴുക്കുണ്ട്. എഫെസ്യരിൽ വായിക്കുന്നല്ലോ, മുമ്പേ നിങ്ങൾ ആരായിരുന്നു എന്ന് വായിക്കുന്നതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്നു, മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന് ഒരു ഒഴുക്കുണ്ട്, ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടവരായിരുന്നു എന്ന് പറഞ്ഞ പോലെ പാപത്തിന്
ലോകത്തിന് ഒരു പാപിയുടെ മേൽ ഉള്ളതിനേക്കാൾ അധികം വലി ദൈവമക്കളുടെ മേലുണ്ട്. അത് നാം മറന്നു പോകരുത്. ഒരു പാപി അതിൽ തന്നെയാണ്, എന്നാൽ ദൈവമക്കൾ അതിൽ നിന്ന് വ്യത്യസ്തരാണ്. അങ്ങനെ വ്യത്യസ്തരായി തീർന്നവരുടെ മേൽ വളരെ ശക്തമായ ഒരു പാപത്തിൻ്റെ വലി, ലോകത്തിൻ്റെ ഒഴുക്ക് അവരുടെ മേലുണ്ട്. ലോത്ത് ഒരു ദിവസം കൊണ്ടല്ല സോതോമിലെത്തിയത്. ലോത്ത് സോതോമിലെത്തിയത് അവൻ കൂടാരം മാറ്റി മാറ്റി അടിച്ച് സോതോമിലെത്തി. വളരെ സാവകാശം, നമ്മൾ പോലും അറിയത്തില്ല. വളരെ സാവകാശം ഒഴുകിപ്പോകാനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നാം തള്ളിക്കളയരുത്. അതുകൊണ്ട് നാം ഭയത്തോടെ ജീവിക്കുന്നവരായിരിക്കണം. അവിടെ എത്തി കാര്യങ്ങൾ നമുക്കറിയാം. ദൈവം ആ സോതോമിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അബ്രഹാമിൻ്റെ ഇടവിൽ നിന്നുള്ള പ്രാർത്ഥന നമുക്കറിയാം. പക്ഷെ അവസാനം സോതോമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ലോത്തും കുടുംബം മാത്രം അവശേഷിച്ചു. 4 പേര്. അവർ അവിടെ നിന്ന് പോകാൻ വിസമ്മതിച്ചില്ല, പക്ഷേ പോകാൻ താമസിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം ഒരിക്കലും താമസിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം ഒരിക്കലും നേരത്തെ ആകുന്നില്ല. അതുകൊണ്ടാണ് തക്ക സമയം എന്നൊരു വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തക്ക സമയം. ദൈവം പ്രവർത്തിക്കുന്നത് തക്ക സമയത്താണ്. ആ തക്ക സമയം ഏത് എന്ന് ദൈവത്തിനറിയാം. തക്ക സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒന്നാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വിശദീകരണം, ഒരു തെളിവ്. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കാൻ വേണ്ടി യാഗപീഠത്തിൽ കിടത്തി, കൈയും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി, കത്തി ഓങ്ങി. അപ്പോൾ ദൈവം വിളിക്കുന്നു, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. ദൈവത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ കത്തിയും ഇസാക്കിൻ്റെ കഴുത്തും തമ്മിലുള്ള ദൂരമാണ്. ദൈവം തക്ക സമയത്ത് ലോത്തിനെ വിടുവിക്കാൻ തീരുമാനിച്ചു. ലോത്ത് പോകാൻ താമസിച്ചപ്പം ദൈവത്തിന് ദൂതൻ ചെയ്ത കാര്യം അവരുടെ കൈക്ക് പിടിച്ച് ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി. അതാണ് നമ്മൾ വായിച്ചത്. ഇനിയത് വായിക്കോ, അടുത്ത ഭാഗം. എന്നിട്ട് എന്താ അവരോട് പറഞ്ഞത്? മതി. 4 കാര്യം ഓട്ടത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. 1, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. 2, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. 3, മൂന്നാമത്തെ എന്താ? നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ ഒരു പർവ്വതം കാണിച്ചു. എന്നിട്ട് പറഞ്ഞ് ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. പിന്നോ? അല്ല, മതി. ജീവരക്ഷയ്ക്കായി ഓടിപ്പോ. 1, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. 2, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. 3, നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി നീ ഓടിക്കണം. 4, അതാ ഒരു പർവ്വതം ദൈവം കാണിച്ചു കൊടുത്തു. എങ്ങോട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഓടാനല്ല. ദൈവത്തിൻ്റെ വിളി എങ്ങോട്ടെങ്കിലും എത്താനല്ല. ദൈവത്തിന് വളരെ കൃത്യമായ സ്പഷ്ടമായ ഒരു ഡെസ്റ്റിനി, ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വായന നാം ഇങ്ങനെ വായിക്കുന്നു: ഉത്തരഗിരിയായ സിയോൻ ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാകുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും
അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമം പിതാവിൻ്റെ നാമം എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് ഞാൻ കണ്ടു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ വിളി ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൻ്റെ ആ മൂലയ്ക്കെങ്കിലും എവിടെയെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. സ്വർഗത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് എവിടെയെങ്കിലും എത്താൻ വേണ്ടി ഒരു വിളി ദൈവം എന്നെ വിളിച്ചിട്ടില്ല. നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ആരെയും വിളിച്ചിട്ടില്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഏറ്റവും ഉന്നതമായ വിളിയാണ്. ആ വിളി യേശുവിനെ പോലായിത്തീരാനാണ്. ആ യേശുവിനെ പോലായിത്തീർന്ന ഒരുവൻ്റെ സ്ഥാനം സ്വർഗത്തിലെ ഒരു മൂലയല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ തന്നെയാണ്. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം, ഞാൻ നിശ്ചയമായും വിചാരിക്കുന്നു, ദൈവം ഒരു പർവ്വതം കാണിച്ചു കൊടുത്തു. ദാ, നീ ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. നീ ആ പർവ്വതത്തിലേക്കാണ് ഓടേണ്ടത്. ആ പർവ്വതമായിരിക്കണം നിൻ്റെ ലക്ഷ്യം. അവിടെയാണ് ദൈവം വസിക്കുന്നത്, അവിടെയാണ് കുഞ്ഞാട് നിൽക്കുന്നത്, അവിടെയാണ് അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും ഉള്ളവർ നിൽക്കുന്നത്. അവിടേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് എവിടേക്കെങ്കിലും ഓടി 35 മാർക്ക് പാസ് മാർക്ക് മേടിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അല്ല നിൻ്റെ വിളി. ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. ആ ഓട്ടത്തിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നീ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകിൽ ഒത്തിരി വിളികളുണ്ട്. നമുക്കറിയാമല്ലോ, യോശുവയുടെ പുസ്തകത്തിൽ എനിക്ക് 6-ാം അധ്യായത്തിൽ മറ്റുമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ സംഭവം നമുക്കറിയാമല്ലോ. പെട്ടകം ഫിലിസ്തീനെ പിടിച്ചതിന് ശേഷം ഇസ്രായേലിലേക്ക് പെട്ടകം കൊടുത്തു വിടുന്ന രീതി, 2 കറവയുള്ള പശുക്കളെ ഒരു കാളവണ്ടിക്ക് കെട്ടിയിട്ട് പെട്ടകം ആ കാളവണ്ടിയിൽ വെച്ചു. കറവയുള്ള പശുക്കളെ കിടാക്കളെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടു. എന്നിട്ട് ഈ പശുക്കൾ ആ വണ്ടി വലിച്ചുകൊണ്ട് ആ ചരിത്രം സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുവാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അല്പമെങ്കിലും സ്പർശത നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴെ വീഴും എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു കഥയായിട്ടല്ല, അതൊരു കഥയല്ല സഹോദരിമാരെ, ഉണ്ടായ സംഭവമാണ്. ഇതിൽ നിന്ന് ദൈവം നമ്മളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാണ്. ആ സംഭവത്തിൽ ബൈബിളിലെ എല്ലാ സംഭവങ്ങളും ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. അവിടെ നമ്മൾ കാണുന്നു, ആ പശുക്കൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ നേരെ മുന്നോട്ട് പോയി. കിടാക്കളുടെ വിളി പുറകെ കേൾക്കാം, കിടാക്കളുടെ കരച്ചിൽ കേൾക്കാം, പക്ഷേ എനിക്കിനി പിന്മാറിക്കൂടാ. ഇതാകെ പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തോട് നേർന്നു പോയി, എനിക്കിനി പിന്മാറിക്കൂടാ. ഈ ഒരു വിളിയാണ് ആ വിളിയാണ് നമ്മൾ കേൾക്കേണ്ടത്. നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസിനും ഇങ്ങനത്തെ അനേക കാര്യങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് താനിങ്ങനെ എഴുതിയത്, പിൻപിനുള്ളതിനെ മറന്ന് മുൻപിനുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമയുടെ ബിരുദനായ ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ പുറകിലുള്ള ഒന്നും ഞാൻ ഓർക്കുന്നില്ല, പുറകിലുള്ളതെല്ലാം ഞാൻ മറന്നുപോയി. എനിക്കറിഞ്ഞുകൂടാ, പുറകിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാനെല്ലാം മറന്നുപോയി. എനിക്കൊറ്റ ലക്ഷ്യം മാത്രം, ഞാൻ മുന്നോട്ട് പോകുന്നു. അത് ആ പർവ്വതമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അങ്ങോട്ടേക്ക് ഓടുവാണ്, അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നു. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്നു. അതിനുവേണ്ടി ഈ ഭൂമിയിൽ ഞാൻ ശരീരത്തിലായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന യാതൊരു ബുദ്ധിമുട്ട്, പട്ടിണിയോ കഷ്ടതയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളവോ, ഇതൊന്നും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. കാരണം അത്ര ശക്തനായ ഒരുത്തനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അത്ര ഉന്നതമായ വിളിയാണ് എൻ്റെ മേൽ വീണിരിക്കുന്നത്. അവിടെ എങ്ങും നിൽക്കരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പിന്നെന്താ, ആ പ്രദേശത്തെങ്ങും നിൽക്കരുത്. ഈ സോദോം സഹോദരന്മാർ ഈ ലോകത്തിൻ്റെ ഒരു പതിപ്പാണ്. സോദോം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു പതിപ്പാണ്. ഈ ലോകത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വിളിച്ചത്, ഈ ലോകത്തിൽ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. മുമ്പേ നമ്മൾ ഈ ലോകത്തിൻ്റെ
കാലഗതിക്കും ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നാം ജീവിച്ചിരുന്നവരായിരുന്നു. ഈ ലോകമായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നത്. നാം ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ ലോകമായിരുന്നു നമ്മളെ നിയന്ത്രിച്ചിരുന്നത്. ഈ ലോകത്തിൽ എന്താണോ വലുത് അത് തന്നെയായിരുന്നു നമുക്കും വലുത്. ഈ ലോകത്തിൽ എന്താണോ നേടാൻ കഴിയുന്നത് അതായിരുന്നു നമ്മുടെ നേട്ടത്തിൻ്റെ ലക്ഷ്യം. ഈ ലോകത്തിൽ ഉള്ളത് ലക്ഷ്യം വെക്കുന്ന, ഈ ലോകത്തിലുള്ളതിൽ സന്തോഷിക്കുന്ന ലോകമനുഷ്യനെ പോലെ ആയിരുന്നു നമ്മളും. എന്തിനേറെ ഒരു സംഭവം കൂടെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകും. യേശു ക്രിസ്തു 70 പേരെ തിരഞ്ഞെടുത്തു. ഈ രണ്ട് പേരെ അയച്ചു. വൈകുന്നേരം യേശുവിൻ്റെ അടുത്ത് അവർ വന്നു. യേശു ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഒരു കുറവുണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ ഭയങ്കര അത്ഭുതത്തോടെ ഭയങ്കര സംഭവമായിട്ടൊരു കാര്യം പറഞ്ഞു. ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി. ചെറിയ കാര്യമൊന്നുമല്ല. യേശു അവരോട് പറഞ്ഞ മറുപടി, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീൻ. ഈ ലോകത്തിലൊരു സന്തോഷമുണ്ട്. അത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതായിരിക്കും, ഇൻ്റർവ്യൂവിന് ജയിക്കുന്നതായിരിക്കും, ജോലിയുടെ പ്രൊമോഷനായിരിക്കും, വലിയ വീടുണ്ടാക്കുന്നതായിരിക്കും, വലിയ കാറ് മേടിക്കുന്നതായിരിക്കും, വലിയ വലിയ സംഭവങ്ങളായിരിക്കും. ഈ ലോകത്തിൻ്റെ സന്തോഷം അതാണ്. യേശു പറയുന്നു, അല്ല, അതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അതോർത്ത് സന്തോഷിപ്പീൻ. ഞാൻ പറഞ്ഞത്, ഈ ലോകം നമ്മളെ വശീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതൻ നിന്നെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് പറയുന്നു, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുതെന്ന് അപ്പോസ്തലൻ യോഹന്നാൻ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെ സ്നേഹിക്കരുത്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് ഈ ലോകത്തിലാണ് തന്നെയാണ്. ഈ ലോകത്തിൽ നമുക്ക് അനേക ആവശ്യങ്ങളുമുണ്ട്. നാം ഈ ശരീരത്തിൽ ജഡത്തിൽ ജീവിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ദാഹമുണ്ട്, വിശപ്പുണ്ട്, ഫുഡ് വേണം, ഷെൽട്ടർ വേണം, ക്ലോത്തിങ് വസ്ത്രം വേണം. നമുക്ക് ദൈനംദിന നമ്മുടെ ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതം നമുക്ക് ജീവിക്കണം. അതിന് ഭക്ഷണം വേണം, വെള്ളം വേണം, ഇതെല്ലാം വേണം. എന്നാൽ ഇതിനെല്ലാത്തിനുള്ള ഏക ഉത്തരം യേശു, ഇതെല്ലാം കൂടെ കൂട്ടി ഒറ്റ വാക്കിൽ യേശു ഉത്തരം പറഞ്ഞു, നിങ്ങൾക്കിതെല്ലാം ആവശ്യമെന്ന് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുൻപേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. എനിക്ക് തരും. അത് തടയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എനിക്ക് ദൈവം തരാൻ വെച്ചിരിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളല്ല, അത് തടയാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി വെറുതെ ഇട്ട്, എൻ്റെ നാടൻ ഭാഷ ഞാൻ പറയും, നിങ്ങൾ വെറുതെ ഇട്ട് വായലയ്ക്കൊന്നും വേണ്ട, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. പിതാവിനറിയാം ഇതെല്ലാം നൽകി തരും. പക്ഷെ ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ യേശു പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇത് നിങ്ങൾക്ക് തരും. ദൈവമക്കളായി തീർന്ന ആരും ഞാൻ എന്ത് തിന്നും, എന്തുടുക്കും, നാളെ എന്തായിത്തീരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, ഞാൻ എങ്ങനെ ജീവിക്കും കർത്താവേ, ഞാൻ എങ്ങനെ മഴ നനയാതെ എങ്ങനെ കിടക്കും, ഇതൊന്നും ഓർത്ത് വ്യാകുലപ്പെടേണ്ട എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരത്തിനിപ്പുറം ട്യൂഷൻ ഫീസ് കൊടുക്കണമെന്ന് ഏറ്റവും അവസാനത്തെ ദിവസമാണ്. നമ്മളോട് പറയുന്നു, ഇല്ലെങ്കിൽ തിങ്കളാഴ്ച അവന് ക്ലാസ്സിൽ കയറ്റത്തില്ല. നമ്മളെന്ത് ചെയ്യും? തീർച്ചയായും നമ്മുടെ കൈ പൈസ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കടം മേടിച്ചിട്ടെങ്കിലും ഈ കുഞ്ഞിൻ്റെ ഫീസ് കൊണ്ടടയ്ക്കും. നമ്മൾ അങ്ങ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ആ സ്ലിപ്പിൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്ലിപ്പിൽ പേരെഴുതിയിരിക്കുന്നത് പണം കൊടുത്ത നിങ്ങളുടെ പേരല്ല,
ആർക്ക് വേണ്ടിയാണോ പണം കൊടുത്തിരുന്നത്, ആ കുഞ്ഞിൻ്റെ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ കുഞ്ഞിന് വേണ്ടിയാണ് നിങ്ങൾ പണം കൊടുത്തത്. പണം കൊടുത്തത് നിങ്ങളാണ്. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ പേരാണ്, നിങ്ങളുടെ പേരല്ല. നമ്മുടെ ആവശ്യം ദൈവം നമുക്ക് നൽകി തരും. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. എന്തിനു വേണ്ടി ഓടിപ്പോകണം? ഇവിടെ നിന്നാൽ, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിൻ്റെ ജീവന് ഹാനി വരും, നഷ്ടം വരും. അതുകൊണ്ട് ഇവിടെ എങ്ങും നിൽക്കരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കിയും വരരുത്. നമുക്കറിയാം, ആ വാക്ക് ലംഘിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കിയ തൻ്റെ ഭാര്യ ഉപ്പ് തൂണായി ലോകത്തിന് മുൻപിൽ ഇന്നും നിപ്പുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ഒരു ദൃഷ്ടാന്തമാണ്. ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ വിളി, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. എങ്ങനെ ഓടണം? ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. അതാ ഒരു പർവ്വതം, ആ പർവ്വതം മാത്രം ലക്ഷ്യമാക്കുക. ആ പർവ്വതത്തിൽ എത്തിപ്പെട്ട അനേകരുണ്ട്. നമുക്ക് മുമ്പായി ആദ്യമായിട്ട് ആ പർവ്വതത്തിൽ എത്തിപ്പെട്ടത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു അവിടെ എത്തിപ്പെട്ടത് കൊണ്ട് എനിക്കും അവിടെ തന്നെ എത്തിപ്പെടാം. എനിക്ക് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ പർവ്വതം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. യേശു ക്രിസ്തുവിനെ പോലെ ആര് പിതാവിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്ത് ഓട്ടം തികച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു, അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അവർക്കെല്ലാവർക്കുമുള്ള അവകാശം ആ പർവ്വതത്തിലാണ്. അത് സിയോൻ പർവ്വതമാണ്. അവിടാണ് കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്ന 144,000 പേരും. അത് ദൈവത്തിൻ്റെ പർവ്വതമാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ സ്വർഗീയമാതിനെ തന്നെ കാക്ഷിച്ചു. അതുകൊണ്ട് അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഈ പൽക്കാലം നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്? ഇവനെൻ്റെ മോനാണെന്ന് പറയാൻ, ഇവൻ്റെ മോളാണെന്ന് പറയാൻ ദൈവം ലജ്ജിക്കുന്നുണ്ടോ? അല്ല. ദൈവം നല്ല ആത്മാഭിമാനത്തോടുകൂടെ എൻ്റെ മോനാവൻ, എൻ്റെ മോള എന്ന് പറയാനാണോ ദൈവം താല്പര്യപ്പെടുന്നത്? നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക, നിങ്ങളൊരു കുഞ്ഞ് പഠിച്ച് വലുതായി, ഇവിടുത്തെ കളക്ടറായി, കോഴിക്കോട് ജില്ലയിലെ കളക്ടറായി, വലിയൊരു മഹാസമ്മേളനം കൂടരഞ്ഞിൽ നടക്കുന്നു. അതിൻ്റെ അധ്യക്ഷനായിട്ട് വിളിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടറെയാണ്. അത് നിങ്ങളുടെ മോനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മോളാണ്. നിങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തുമാത്രം സന്തോഷമായിരിക്കും. ആ വികാരം വാക്കുകളിൽ കൂടെ പറയാൻ പറ്റത്തില്ല. പോലീസ് അകമ്പടിയോടുകൂടെ സർക്കാർ വാഹനത്തിൽ കൊടിയും കെട്ടി പറന്ന് വരുന്ന ആ വാഹനത്തിൽ നിന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ ഇറങ്ങി വരുമ്പോൾ അത് എൻ്റെ മോനാണ്, അല്ലെങ്കിൽ എൻ്റെ മോളാണ് എന്ന് പറയുന്ന അഭിമാനം ചെറുതാണോ സഹോദരന്മാരെ? ദൈവം നമ്മളെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കട്ടെ. ദൈവം നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ഇവൻ എൻ്റെ മോനാണ്, എൻ്റെ മോളാണെന്ന് പറയാൻ ദൈവം ദൂതന്മാരുടെ മുമ്പിലും പിശാചിൻ്റെ മുൻപിലും അവൻ എൻ്റെ മോളാണെന്ന് പറയാൻ ദൈവം ലജ്ജിക്കാതിരിക്കട്ടെ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. എന്ത് പ്രാപിക്കാൻ? യേശുവിൻ്റെ സ്വഭാവം. അപ്പോസ്തലനായ പൗലോസ് ഓടുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അധ്വാനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നാമും അതിനുവേണ്ടി താല്പര്യത്തോടെ ശ്രമിക്കുന്നവരായിരിക്കണം. എന്തിനു വേണ്ടി? അപ്പോസ്തലനായ പൗലോസ് അധ്വാനിച്ച കാര്യം, ഓടിയ കാര്യം, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചാൽ ഓടുവാണ്.
എനിക്കും അവനെപ്പോലെ ആയിത്തീരാമോ എന്ന് വെച്ച് ഞാൻ ഓടുവാണ്. ഈ ഓട്ടത്തിൻ്റെ അവസാനത്തിൽ താൻ പറഞ്ഞു, ഞാൻ ഓടി, എൻ്റെ എൻ്റെ ഓട്ടം തികച്ചു. ഇതുപോലെ സഹോദരീസന്മാരെ നമുക്കും നമ്മുടെ ജീവിതാന്ത്യത്തിൽ പറയാൻ ഇടയാകട്ടെ, ഞാൻ അല്പം പോലും വിഘ്നം കൂടാതെ, തടസ്സം കൂടാതെ, ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടി, ഞാൻ എൻ്റെ ഓട്ടം തികച്ചിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം നിങ്ങളും പ്രായിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.